എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം പഴയ വീഡിയോസ് ഇഷ്ടമുള്ള കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു പഴയ വീഡിയോ ആണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു 2-3 വർഷം മുമ്പുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ ഇത്തിരി ഒരു കൂടുതലൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ മാക്സിമം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ രാവിലെ എണീറ്റ് ഇപ്പോൾ 7 മണിയായിട്ടോ സമയം. പക്ഷേ എന്താ പറയുക, മുഴുവൻ മൂടിക്കെട്ടി നിൽക്കുവാണ്. മഴക്കാറാണ്. അപ്പടി ഇപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മൂടിക്കെട്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ മക്കൾസ് ഒന്നും എണീറ്റിട്ടില്ല, രണ്ടുപേരും നല്ല ഉറക്കാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. പോയി ഇതാ കണ്ടില്ലേ, മൂത്തവനാണ് കേട്ടോ ഇത്. ഇതാ നമ്മുടെ ജഗജില്ലാടി, നമ്മുടെ കാന്താരി മുളക് കിടന്നുറങ്ങണ നോക്കി കണ്ടാ. വട്ടം തിരിഞ്ഞ് കട്ടിലിന്റെ അപ്പുറത്തേക്കായി. കട്ടിലും പുതപ്പൊക്കെ വലിച്ചു കൂട്ടി. നമ്മള് ഇന്ന് സാമ്പാറാണ് കേട്ടോ. അപ്പൊ ഞാൻ മിക്കപ്പോഴും തന്നെ ഡേ ഇൻ മൈ ലൈഫ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സാമ്പാർ വരുന്ന കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി എന്താ പറയുക, നമ്മൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളൊന്നുമല്ല. മിക്കപ്പോഴും ഇവിടെ സാമ്പാറാണ്. കാരണം എന്താ വെച്ചാൽ സാമ്പാർ എല്ലാത്തിനും ഒരു കോമ്പിനേഷൻ ആണല്ലോ. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിനും ഒറ്റ ട്രിപ്പ് പരിപാടി തരും. അതുകൊണ്ട് തന്നെ രാവിലെ സാമ്പാർ ഉണ്ടാക്കി കേട്ടോ. പിന്നെ തോരൻ ഉണ്ടാക്കാൻ ഞാൻ ഇങ്ങനെ സവോള ആണ് തോരൻ വെക്കുന്നത്. ഇത് ചിലർക്കൊക്കെ അറിയാം കേട്ടോ. കണ്ടില്ലേ, ചെറിയതായിട്ട് സവോള നന്നായിട്ട് അരിഞ്ഞെടുക്കുക. എന്നുവെച്ചാൽ അതിൻ്റെ കൂടെ ഇച്ചിരി മുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം. അപ്പൊ അത് ആദ്യം ഇച്ചിരി ഉപ്പിട്ട് വെക്കാം. ഉപ്പിട്ട് ഇളക്കി വെക്കണം. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കണേ. എന്നാലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടേക്കാം. അത് അരി കഴുകി ഇട്ടു. ഇനി നമുക്ക് സാമ്പാറിനുള്ള ഇനി നമ്മൾ സാമ്പാറിനുള്ള കാര്യങ്ങളാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു ചീഞ്ചട്ടിയെടുപ്പ് വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇടുക. പിന്നെ ഉലുവ പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഒരല്പം കടുകിടുക. അതിന് ശേഷം നമുക്കൊരു 2-3 വറ്റൽമുളക് പൊട്ടിച്ചിടാം. പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ മുറിച്ചിടിയല്ലേ, 2-3 എണ്ണമായിട്ട് അങ്ങനെ മുറിച്ചിട്ടാൽ മതി കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ചേർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി അല്ല കേട്ടോ, കായപ്പൊടിയാണ് കേട്ടോ. ഉലുവാപ്പൊടി എന്നാണ് എപ്പോഴും വായു തന്നെ. പിന്നെ നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടി, പിന്നെ സാമ്പാർ പൊടി ഒരു 3 സ്പൂൺ ഇത്രയാണ് ചേർത്തത്. എന്നിട്ട് നമുക്കതിൻ്റെ ആ പച്ചമണം അങ്ങ് മാറിക്കഴിഞ്ഞപ്പം സാമ്പാർ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്ര സൗണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്താണ് കേട്ടോ. പക്ഷെ അത് പുറത്തുനിന്നുള്ള സൗണ്ട് കാരണം ഭയങ്കര ഇറിറ്റേഷൻ ആയതുകൊണ്ട് ഞാനത് വീണ്ടും വോയിസ് കൊടുത്താണ്. അതാ നമ്മുടെ സവോള വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിനകത്ത് കുറേ നീരൊക്കെ പോയിട്ട് സവാളയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അന്നേരം നമുക്ക് വേഗം തന്നെ ഇതിലേക്ക് പിഴിഞ്ഞെടുക്കാം. കണ്ടല്ലേ, ഇതുപോലെ നന്നായിട്ട് പിഴിയണം. അച്ചാറ് എണ്ണ പണ്ടൊക്കെ ഉണ്ടല്ലോ, എൻ്റെ വീട്ടില് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തെ എൻ്റെ മമ്മി സ്ഥിരം കറി ഇതായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ നമുക്കറിയാലോ, നാടൻ കറിയാണ്. പക്ഷെ വളരെ ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സവോളത്തോരൻ ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ ചെറുപ്പത്തിൽ കഴിക്കുന്ന സാധനങ്ങളുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മളത് ഇപ്പോഴും നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ് അതിനോട്. ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനുവേട്ടന്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നും അമ്മച്ചി അരച്ചെടുത്തിട്ടുള്ള ചമ്മന്തിയാണ്, തേങ്ങാ ചമ്മന്തി. അപ്പം അതുകൊണ്ട് തന്നെ ബിനുവേട്ടന് ഇപ്പോഴും ആ ചമ്മന്തിയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ഒന്നും വേണ്ട, ഇച്ചിരി ചമ്മന്തി മതി ഉണ്ടെങ്കിൽ ബിനുവേട്ടൻ നന്നായിട്ട് കഞ്ഞി കുടിച്ചോളും. വേറെ ഒരു കറിയും വേണ്ട. അതുകൊണ്ടാണ് നമുക്ക് എളുപ്പമുണ്ട്. ഇപ്പൊ പെട്ടെന്നൊന്ന് ഇച്ചിരി ചോറ് കൊടുത്തു വിടണമെന്നുണ്ട് എങ്കിൽ നമുക്ക് പെട്ടെന്ന് കറിയൊന്നും അന്വേഷിക്കണ്ട. പെട്ടെന്ന് ഇച്ചിരി ചമ്മന്തിയൊക്കെ അരച്ചങ്ങ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അത് മാത്രം മതി ബിനുവേട്ടന്. അപ്പൊ ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക്, അത് നമ്മുടെ എരിവിന് എത്രയാണോ ആവശ്യമുള്ള അത്രയും മുളകിട്ട് നമ്മളിത് എണ്ണ കടുക് താളിച്ചിട്ട് അടുപ്പ് വയ്ക്കുക. അടുപ്പ് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന സമയത്ത് നമ്മളൊരു അല്പം തേങ്ങ, ഒരു 3-4 സ്പൂൺ തേങ്ങയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. എത്ര ഉള്ളൂ ഈ ഒരു തോരൻ. അപ്പൊ നമുക്ക് വേഗം ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ അപ്പം കൂടി ഉണ്ടാക്കാനായിട്ട് നോക്കട്ടോ. അപ്പത്തിനുള്ള മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് നമ്മളൊരു 2 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പത്തിന് ഇളക്കണം നമ്മുടെ മാവില് പൊങ്ങി കഴിഞ്ഞിട്ട്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ കേട്ടോ. അതായത് ഈ ഒരു ടിപ്പ് പറഞ്ഞു നമ്മുടെ ഷിതാസ് കറിവേലിലെ ഷിതക്കുട്ടിയാണ് കേട്ടോ.
അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു വീഡിയോ അവൾ ചെയ്തിട്ടുണ്ട്. ഷീ കുക്സ് മലയാളം എന്ന് പറഞ്ഞ് പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരി ഈ ഒരു റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ പിന്നെയാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യോ എണ്ണ തീർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയണേ ഇപ്പം ഞാനിങ്ങനെ നോൺ സ്റ്റിക്കിലാണ് കേട്ടോ. അയ്യോ കുഴപ്പമില്ല. മൊത്തം പൊട്ടത്തറാണല്ലോ കാണിക്കാൻ. നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പം അപ്പോൾ ഉണ്ടാക്കാൻ നല്ലതാണ് കേട്ടോ. ഇന്ന് എന്താണ് വീഡിയോ എടുത്തിട്ടാണ് മുഴുവൻ തെന്നി പോണം. അപ്പൊ അതാ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു. കുറച്ച് കടുക് ഇട്ടു. അപ്പൊ അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നോൺ സ്റ്റിക്കിന്റെ തവയും കൂടെ എടുത്ത് വെക്കാം. അത് ചൂടാവുന്ന സമയത്ത് അത് ചൂടായി വരട്ടെ കേട്ടോ. അല്ല എന്നതാ പറയണേ, കടുക് പൊട്ടുന്ന സമയത്ത് നോൺ സ്റ്റിക്കിന്റെ തവ ചൂടായി വരട്ടെ. ഇനി ഇതിനകത്തേക്ക് അഡീഷണൽ ആയിട്ട് ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഉപ്പിട്ടാണ് പിഴിഞ്ഞെടുത്തത്. ഇനിയിപ്പോൾ കുറച്ച് മുളക് അരിഞ്ഞ് ചേർത്താൽ മാത്രം മതി. ഇത് കണ്ടില്ല, ഇങ്ങനെ മുളക് ഇങ്ങനെ എടുത്ത് ഞെടുപ്പൊക്കെ കുറച്ച് വെച്ചേക്കാണ്. അപ്പോൾ എടുത്തിടാനാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. നമ്മുടെ ഈ വെളുത്ത മുളകില്ലേ, അതാണ് നീളത്തിലുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5-6 ഞാൻ അരിഞ്ഞിട്ടു കേട്ടോ. എന്നിട്ട് എരിവ് കൂടിയില്ല. നമ്മൾ ഈ തേങ്ങ ഇടുന്നതുകൊണ്ട് പിന്നെ ഈ ഒരു കറിക്കൊരു ചെറിയൊരു മധുരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയണ എരിവ് മാക്സിമം നന്നായിട്ട് തന്നെ എരിവിടാം കേട്ടോ നമുക്ക്. പിന്നെ കുട്ടികൾ ഉദ്ദേശിച്ചാണ് ഞാൻ എരിവ് ഇച്ചിരി കുറച്ചത്. നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ തവ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അപ്പം കൂടെ പൊരിച്ച് അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ചിങ്ങനെ നമ്മൾ ഈ കൊമ്മളായിട്ട് വരികയല്ലേ, അതിന് ശേഷം മൂടൽ വെക്കാവുള്ളൂ കേട്ടോ. ഇതൊക്കെ ഷിതയുടെ ടിക്കുകളാണ്, അല്ലാതെ ടിപ്സുകളാണ്. ഷിതയുടെ ചാനലിൽ നിന്ന് കിട്ടിയ ടിപ്സുകളാണ് കേട്ടോ ഇതൊക്കെ. അത് പിന്നെയാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് വരും. അല്ലെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്ന ഒരു പ്രശ്നമാണ് അപ്പം ശരിയാവണില്ല എന്ന്. അപ്പം ഇത് ചെയ്ത പിന്നെ നന്നായിട്ട് അപ്പം ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം താങ്ക് യു ഷിത. എല്ലാവരും കണ്ടു നോക്കണേ ചാനൽ. ഒരുപാട് ടിപ്സ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് നല്ല കുക്കിംഗ് വീഡിയോസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ കേക്കൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വെറൈറ്റി ടൈപ്പ് കേക്കുകളൊക്കെ ഒരുപാടുള്ള ഒരു ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാട്ടോ ചാനലിൻ്റെ. അപ്പോൾ അതാ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് കിട്ടിയതുണ്ടോ. കാണുമ്പോൾ നല്ല കുത്താനായിട്ട് തോന്നും, പക്ഷെ ഒരു 1.5 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജാണ്. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേറെ ഫ്രിഡ്ജ് വാങ്ങിയപ്പോൾ അവർ തന്നാണ്. ഒരുപാട് യൂസൊന്നും ചെയ്തതല്ല. കണ്ടില്ല, നമുക്ക് പുതിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ആണ് ഫ്രീസർ. അപ്പോൾ അതാ നമുക്ക് അത്യാവശ്യം ഒന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രിഡ്ജാണ് കേട്ടോ. നമ്മൾ സാധാരണക്കാർക്ക് എന്താ പറയുക, ചെറിയ കുടുംബത്തിനൊക്കെ ഇതാണ് നമ്മുടെ പഴയ ഫ്രിഡ്ജ്. ഇതങ്ങനെ ഒരു ഓർമ്മ പോലെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസ എത്ര അറിയോ? 500 രൂപ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ഇതിനകത്ത് കേക്ക് ഉണ്ടാക്കുന്ന സംഭവങ്ങളെല്ലാം ഇതിനകത്തേക്ക് വെക്കാമെന്ന്. ഒരു അലമാരി പോലെ അവിടെ ഇരുന്നോളും താനും. കണ്ടില്ലേ, ഇതൊക്കെ കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ്. ഒരു ഒഴിക്കാൻ പാത്രമുള്ള പാത്രം വരെ ഉണ്ട്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാണ് കേട്ടോ. നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാരൊക്കെ വരുമ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല. നമുക്ക് ഈ ഫുഡൊക്കെ കയറ്റി വെക്കാൻ. അല്ലാണ്ട് പിന്നെ വെള്ളം തിളപ്പിക്കാൻ പെട്ടെന്ന് വെള്ളമൊക്കെ ചൂടാക്കി കിട്ടാം. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓർഡർ ചെയ്തതല്ല കേട്ടോ. TV-ക്കകത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ നാപ്തോളിൻ്റെ ഇതില്ലേ, നാപ്തോള്, അപ്പോൾ അതിൻ്റെ പരസ്യം കണ്ടു കഴിഞ്ഞപ്പം കുറച്ചേറെ ഇങ്ങനെ കാസറോളിൻ്റെ പരസ്യമാണ് കണ്ടത്. അപ്പം ബിനുവേട്ടൻ ഇങ്ങനെ കണ്ടിരുന്നത് ഇതേടി നല്ല പാത്രങ്ങളാണ്. ഒരു 1500 രൂപയ്ക്ക് കുറേ ഒരു 10-18 പാത്രം അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ ഓഫർ. അപ്പം ഞാനങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം ബിനുവേട്ടനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് അതിൻ്റെ നമ്പറിലൊന്ന് പ്രസ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അവർ പറഞ്ഞു അത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടോ. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പം ഇത് ഒരു സംഭവം അതിനകത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാനത് ഓഫ് ചെയ്തു. ബിനുവേട്ടൻ ഫോണോട് വെച്ച് ബിനുവേട്ടൻ്റെ ഫോണിൽ നിന്നായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ബിനുവേട്ടൻ ഒരു കോള്, നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, ഓർഡർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്താ പറയുക, സ്ഥലം എവിടെയാണ്, അഡ്രസ്സ് പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞു ബിനുവേട്ടൻ. അപ്പം ബിനുവേട്ടൻ ഓർത്ത് ഞാനങ്ങ് ഓർഡർ ചെയ്താന്ന് ഓർത്ത് പുള്ളി അത് ഓക്കെ കൊടുത്തു. അപ്പം അങ്ങനെ പറ്റിയ ഒരു അബദ്ധത്തിൽ വാങ്ങിയ പാത്രമാണ്.
പിന്നെ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കിങ്ങനെ കോരടിച്ച് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് കൈമാറി ഇഷ്ടം പോലെ യൂസ് ചെയ്യാനുള്ള ഒരു പാത്രം അങ്ങനെ ആയി. പിന്നെ കുറെ സ്പൂണും അതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. കണ്ടല്ലേ, ഇതുപോലത്തെ ഒരു 3-4 തവി കിട്ടിയിട്ടുണ്ട്. ഇതാണ് 1500 രൂപ കേട്ടോ. വലിയ ലാഭമൊന്നുമില്ല, പിന്നെ യൂസ് ചെയ്യാം, കിട്ടിയതല്ലേ. അപ്പൊ പഴയ നമ്മൾ പറഞ്ഞോന്ന് പറഞ്ഞല്ല, പഴയ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി വെച്ചേക്കാണ് കേട്ടോ. ഞാനൊരു ബീറ്ററുകൾ കാണിച്ചു തരാം. അപ്പൊ അത്യാവശ്യം കേക്കൊക്കെ ഉണ്ടാക്കാൻ, ബേക്കിംഗ്, അതായത് ഹോം ബേക്കിംഗ് ഒക്കെ തുടങ്ങാൻ ഇന്ന് മുഴുവൻ താഴെ പോവുക. എന്താണ് പ്രശ്നം? ഹോം ബേക്കിംഗ് ഒക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബേക്കിംഗ് ഇതാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് എനിക്കിതാ പ്രശ്നം, വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള കൺട്രോളും പോകും. അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്ത് അതിൻ്റെ ഓർഡർ അനുസരിച്ച് അങ്ങ് ചെയ്തു പോകും. അല്ലെങ്കിൽ ഇങ്ങനെ പകുതി പോകും കേട്ടോ. അത് അടുത്ത എന്താ ചെയ്യാൻ പറ്റുമെന്ന് മറന്നു പോകും. പ്രായമായില്ലേ, അതുകൊണ്ടായിരിക്കില്ലേ. അപ്പൊ അതാ ഇതാണ് കേട്ടോ. ഇതല്ല ബീറ്റർ, ഇതാണ് ബീറ്റർ. ഇത് കണ്ട, കെന്റിന്റെ ബീറ്ററാണ്. ഇതിന് 2000 രൂപയായി, 2010 രൂപ ഇവിടെ വന്നു കഴിഞ്ഞപ്പം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇപ്പൊ അതിന് ഓഫർ ഉണ്ടോന്ന് അറിയത്തില്ല. വീഡിയോയില് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് എന്താണോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ അതാ തുറക്കുമ്പോ അതാ ഇങ്ങനെയാണ് കേട്ടോ, കണ്ടില്ലേ. അപ്പൊ നമുക്കതിന്റെ ബ്ലേഡ് എന്ന് പറയണത് അങ്ങനെ ഒരു ബുക്കുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓപ്പണിങ്ങിന് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടുക്കളപ്പണി ഏകദേശം ഒന്ന് ഒതുങ്ങിട്ടോ. തോരനായി, സാമ്പാറായി, അപ്പമായി. ഇനിയിപ്പോൾ പാല് വന്ന ചായ ഉണ്ടാക്കിയാൽ മതി. കുട്ടികളെ എണീറ്റിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ക്ലീനിങ്ങും പാത്രം കഴുക്കും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മഴ വന്നില്ല എങ്കിൽ മുറ്റടിക്കാന്ന്. ഈ മുറ്റടിക്കുമ്പോൾ ഒരുപാട്, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് മഴയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്ത് ഒരുപാട് കരിയിലുണ്ട്. അപ്പോൾ അത് അടിച്ചു വരണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. ഈ വെള്ളം നനഞ്ഞ് കിടക്കണ കാരണം ഒട്ടും അടിച്ചാൽ പോയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മഴ പെയ്യോ തോരുമോ എന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ മക്കളൊന്നും ഇതുവരെയായിട്ട് എണീറ്റിട്ടില്ല. ഇപ്പോൾ സമയം ഒരു 8-8:15 തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരങ്ങ് എണീക്കണ ആ ഒരു സമയം ഉണ്ടല്ലോ. അപ്പോൾ അവർ എണീറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ചായയുടെ കഴിഞ്ഞിട്ടാണ് വീട് അടിച്ചു വാരുക എന്നുള്ള പരിപാടിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും അടിച്ചു വരേണ്ടി വരും. അറിയാലോ, കുട്ടികളുള്ളവർക്കറിയാലോ, കുട്ടികളുള്ളവർക്കല്ല എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട് അപ്പിടി കൊളാക്കിയിടും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുള്ള വീട് അടിച്ചു വാരില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ പുതിയ ചാനലിൽ ഒരു ചെറിയൊരു നെക്ക് ഡിസൈൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ഡിസൈൻ. ഇത് അതിൻ്റെ ബീഡ്സൊക്കെയാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഇങ്ങനെ ഈ കമ്മലും മാലയൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ആ ഇത് പഠിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അന്നേരം വാങ്ങി വെച്ച സംഭവങ്ങളാണ് ഇത് മുഴുവൻ. കുറേ ഞാൻ പെൺപിള്ളേരുള്ളവർക്കൊക്കെ എടുത്തു കൊടുത്തു പരിപാടി നിർത്തി കഴിഞ്ഞപ്പം. അപ്പോൾ ഇതൊക്കെ ബാക്കി വന്ന കുറച്ച് മുത്തുകളാണ് കേട്ടോ. ഇതൊക്കെ വെച്ച് നമുക്ക് നെക്ലേസ് പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചെയിൻ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നൊരു ബീഡ്സാണിത്. അപ്പോൾ ഈ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നെക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താ പറയുക, കാൽഭാഗം പോലും ആയിട്ടില്ല. ഇപ്പോൾ റൗണ്ട് എത്തി വന്നതേ ഉള്ളൂ നെക്കിൻ്റെ. ഇനി താഴേക്ക് കൊണ്ടിട്ട് ഡിസൈൻ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ആൻഡ് സ്റ്റൈൽ ബൈ ശ്രുതി എന്നൊരു ചാനലും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ വന്നേ ഉള്ളൂ, വീഡിയോ വന്നേ ഉള്ളൂ. ഇതെന്തായാലും 2-3 ദിവസം കഴിയണം ഇതിൻ്റെ പണിപ്പര മുഴുവൻ, എന്താ പറയുക, പണി മുഴുവൻ തീരണമെങ്കിൽ. അത്രയ്ക്ക് നല്ല വർക്കുള്ള പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഇടുമ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇനി ചെയ്യാൻ പോവാണ് ഇരുന്ന്. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് അച്ചുക്കുട്ടൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. അച്ചുക്കുട്ടൻ എണീറ്റ് ഓരോന്നോരോന്ന് തപ്പുവാണ്. അപ്പോൾ അവൻ്റെ കയ്യിലൊരു ബിസ്ക്കറ്റിൻ്റെ ഒരു കവറുണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ആ ഒരു ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടാണ് തപ്പിക്കൊണ്ട് നടക്കണത്. അപ്പോൾ എണീറ്റ് പല്ലുകയൊക്കെ കഴിഞ്ഞു പുള്ളി. അപ്പോൾ ഇനി അപ്പോൾ അത് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബിസ്ക്കറ്റുകൾ. അത് തരാം, അമ്മ തരാം, നീ ചായ കുടി, അത് കഴിഞ്ഞിട്ട് തരാം. അത് കഴിഞ്ഞിട്ട് തരുള്ളൂ, നീ വെറുതെ ഇപ്പം ചോദിക്കണേ, ഞാൻ തരില്ല. അമ്മ അപ്പം ചായ അത് കൂടെ ചായയൊക്കെ തരാം, അത് കഴിഞ്ഞിട്ട് അമ്മ ബിസ്ക്കറ്റ് തരാം, കൊച്ചിനും തരാം, ധ്യാനം തരാം കേട്ടോ. അതിവിടെ ഉണ്ടെന്നേ, അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ കൊച്ചിൻ്റെ? അമ്മ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടറാ. അപ്പോൾ അതെ ധാനൂട്ടൻ
ധ്യാനൂട്ടൻ എന്താ അവിടെ ഇരുന്ന് അയ്യോ കാണത്തില്ല, എണീറ്റതേ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം എത്രയോ 9:30 കഴിഞ്ഞു. ഞാൻ ആ സമയം കൊണ്ട് മുറ്റം അടിച്ചു, കുറച്ച് വർക്കൊക്കെ ചെയ്തു. അപ്പോഴത്തേനാണ് കേട്ടോ അച്ചുക്കുട്ടൻ എണീറ്റ് വന്നേ. അപ്പോൾ മുറ്റം അടിച്ചുകൊണ്ട് വന്നത്തേക്ക് അവൻ എണീറ്റ് വന്നു അങ്ങോട്ടേക്ക്. അപ്പോൾ പിന്നെ ഇപ്പോൾ അത് ധ്യാനൂട്ടൻ എണീറ്റ് നിന്നിട്ടുണ്ട്. ഇനി അച്ചുക്കുട്ടൻ പല്ല് വെച്ചു. ധ്യാനൂട്ടൻ ഇനി എന്താ പറയണേ, പല്ലൊക്കെ തേച്ച് ഇനി ചായ കുടിക്കണം. അപ്പോൾ ചായയുടെ കഴിയട്ടെ കേട്ടോ. ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കറി. അപ്പം സാമ്പാർ അപ്പത്തിന് അത്ര മാച്ചല്ല, എങ്കിലും ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫിനായിട്ടിന് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുഴപ്പത്തരൊക്കെ കാണിക്കണേ. അല്ലെങ്കിൽ ഞങ്ങൾ അപ്പത്തിന് വേറെ എന്തെങ്കിലും കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. എന്നാ ചക്കരേ? മീൻ കറി വെക്കണം എന്ന്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ സാധാരണ. അപ്പോൾ ഇന്നിപ്പം ബിനുവേട്ടൻ രാവിലെ പോയി, ഒരു ഓട്ടോ ഉണ്ടായിരുന്നപ്പോൾ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാമ്പാർ ഉച്ചക്കത്തേക്കും അതുപോലെ തന്നെ രാവിലത്തേക്കും ഉള്ള അപ്പത്തിൻ്റെ കറിയാക്കി, ഉച്ചക്കത്തേക്ക് ചോറിന് കറിയാക്കി, വൈകിട്ടത്തേക്കും ചോറിന് കറിയാക്കി. അപ്പോൾ എങ്ങനെയുണ്ട് ഐഡിയ? അപ്പോൾ ഒറ്റ ട്രിപ്പല്ല, ഒരു കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആയി. എന്നാ വെച്ചിട്ടാ അതമ്മ ഇത് കഴിച്ചിട്ട് തരാമെന്നമ്മ പറഞ്ഞില്ലേ, അല്ലാണ്ട് തിന്നാലേ കൊച്ചപ്പം തിന്നിയല്ല. അപ്പോൾ ഇത് അച്ചുകൂട്ടന് ഇനി അപ്പമൊക്കെ കൊടുത്ത് ധ്യാനൂട്ടിന് പല്ലും തേപ്പിച്ച് അപ്പമൊക്കെ കൊടുത്തിട്ട് വരാം. അപ്പോൾ അത് അച്ചുക്കുട്ടൻ ചായ കുടിക്കാനിരിക്കണമെങ്കിൽ സ്റ്റൂളിൻ്റെ മുകളിൽ ഇതുപോലെ പായൊക്കെ വെച്ചിട്ട് ആണ് പുള്ളി ഇരിക്കുള്ളൂ കേട്ടോ. പിന്നെ വന്ന് ഇരിക്കത്തുമില്ല. പിന്നെ ഞാൻ പിടിച്ച് വലിച്ചെന്ന് പറഞ്ഞാൽ വഴക്കൊക്കെ പറഞ്ഞാണ് കൊണ്ടിരുത്തണേ. അപ്പോൾ കുറച്ച് കാര്യം കൊടുത്തു പോകാൻ പറഞ്ഞു, അവൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ ഇരുത്തി. അത് കൊടുത്തിട്ട് എനിക്കും ചായ എടുക്കാമെന്ന് വേണ്ടി പോയി. അപ്പോൾ ധ്യാൻ പല്ല് തേച്ചില്ലായിരുന്നു. അപ്പോൾ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് അവനെ പറഞ്ഞു വിട്ടിട്ട് ഞാനും അച്ചുക്കുട്ടനിൽ നിന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ആദ്യം ഒരു ഇത്തിരി നുള്ളി കൊടുത്തില്ലേ, അപ്പോൾ അവൻ അപ്പം വേറെ വേണമെന്നും പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുവാണ്. അപ്പം മുറിഞ്ഞു പോയി, അപ്പം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ മടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ താന്നു കൊടുക്കേ രക്ഷയുള്ളൂ. വേറെ ഒരു അപ്പം എടുത്തുകൊണ്ട് കൊടുത്തു അവന്. അത് കഴിഞ്ഞ് ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞു വന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് കുറച്ച് തുണി വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ഉണങ്ങാനിട്ടു. അപ്പോൾ മഴക്കാർ വെച്ച് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇടാനും എടുക്കാനും മാത്രമേ ഇന്ന് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇടും കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും. ഇത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ട് ഞാൻ വെള്ളം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കുറച്ചൊന്ന് വെയിൽ തെളിയണ സമയത്താണ് ഞാൻ ഈ വീട് തുടയ്ക്കാനായിട്ടിട്ട്. പക്ഷേ ഈ വീട് തുടച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും നല്ല അടിപ്പം മഴയായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ചങ്ങ് മുഴുവനങ്ങ് തുടച്ചിട്ടു. അപ്പോൾ അതാണ് വീട് തുടയ്ക്കാൻ കയറിയപ്പോൾ അച്ചുക്കൂട്ടം കൂടണാണ്. അവനും കൂടി വക്കറ്റം കൂടും നീക്കാനും പിടിക്കാനും ഒക്കെ കൂടും കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ വീട് തുടയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീട് തുടക്കൽ കഴിഞ്ഞപ്പം ഞാൻ നോക്കുമ്പോൾ അച്ചുകൂട്ടൻ ബിസ്ക്കറ്റൊക്കെ തന്നെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചെടുത്തുകൊണ്ട് വന്ന് തന്നെ ഇരുന്ന് കഴിക്കുവാണ്. അപ്പോൾ ധ്യാനൂട്ടനും എടുത്ത് കഴിഞ്ഞ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കണ കണ്ടപ്പോൾ അവൻ ആക്ഷൻ കൂടുതൽ കാണിക്കണേ കേട്ടോ. അല്ലെങ്കിൽ അവൻ മര്യാദയ്ക്കിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ് വീഡിയോ പിടിക്കാന്ന് പറഞ്ഞപ്പോഴേ. പിന്നെ നമ്മുടെ വർക്ക് ഇത്രേ ആയുള്ളൂ. കഴുത്ത് റൗണ്ട് എത്തിച്ചു. പിന്നെ താഴേക്കുള്ള വർക്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഉച്ച വരെയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പരിപാടി. ഇനിയിപ്പം പിള്ളേർ കുറച്ച് നേരം അവിടെ ഇരിക്കും, TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് നേരം ഞാനിതിങ്ങനെ വർക്കൊക്കെ ചെയ്യും. വർക്കൊക്കെ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി കുറച്ച് നേരമൊക്കെ അവരുടെ കൂടെ പോയൊക്കെ ഇരുന്ന് നമുക്ക് ഒരുപാട് നേരം ഈ ഒരു വർക്ക് നമുക്ക് സ്ഥിരമായിട്ടങ്ങ് അടുപ്പിച്ച് ചെയ്യാൻ പറ്റിയാലും നമ്മൾ മടുത്തു കൂട്ടോ. അപ്പോൾ കുറച്ച് ചെയ്തിട്ട് മടുത്ത് കഴിയുമ്പം വേറെ എന്തെങ്കിലുമൊക്കെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെയും വീണ്ടും വന്ന് ഇവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് ഉച്ച വരെയുള്ള സമയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടു, അത്രേ ഉള്ളൂ ഇന്ന് ഉച്ച വരെയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈവനിങ് വ്ളോഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.